എന്താണ് അവർ ചെയ്ത തെറ്റ്? നബിദിന ഘോഷയാത്രയില് ഐ ലവ് മുഹമ്മദ് എന്ന ഒരു ബോർഡ് വെച്ചു. പ്രവാചകരെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് വിശ്വാസികൾ എഴുത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് സഹിക്കാൻ പറ്റാത്തവര് ചെയ്യാൻ പറ്റുന്ന പണി ചെയ്തു. അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഇടിച്ചു നിരത്തി. സ്നേഹം കുറയോ? വിശ്വാസികൾക്ക് ആ പ്രവാചകരോടുള്ള ഇഷ്ടം മാറുമോ? ആ പ്രവാചകരെ നമ്മൾ സ്നേഹിക്കുന്നത് ആ പ്രവാചകർ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് കാണിച്ചു തന്ന സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സമത്വത്തിന്റെ, മനുഷ്യത്വത്തിന്റെ എല്ലാത്തിന്റെയും അടയാളമായി പഠിപ്പിച്ചു തന്ന ആ പ്രവാചകരെ നമ്മൾ നെഞ്ചേറ്റുകയാണ്. ആ പ്രവാചകർ പഠിപ്പിച്ച ആദർശത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്. അത് സ്വീകരിച്ചതിന്റെ പേരിലാണ് മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് പീഡിപ്പിക്കപ്പെടുന്നതും ക്രൂരമായി ആക്രമിക്കപ്പെടുന്നതും. ഫലസ്തീനിലേക്ക് നോക്കൂ. ഒരാഴ്ച പോലും ഫലസ്തീനിനെ കുറിച്ച് പറയാതെ നമുക്ക് കടന്നു പോകാൻ പറ്റാത്തത്ര വേദനയാണ് ഗസയുടെ മണ്ണില് പാവങ്ങളായ ജനങ്ങൾ അനുഭവിക്കുന്നത്. അല്ലാഹുവേ, നീ അവർക്ക് രക്ഷ നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ. ഇന്ന് രാവിലെയും ബോംബിട്ടിട്ട് 70-ലധികം ആളുകളാ മരിച്ചത്. ഇതിനോടകം ഔദ്യോഗിക കണക്കനുസരിച്ച് 65,000 മനുഷ്യന്മാര് ആ ചെറിയ പ്രദേശം ഗസ എന്ന് പറയുന്നത് വലിയ ഒരു രാജ്യമൊന്നുമല്ല. മണിക്കൂർ കൊണ്ട് നടന്നു തീർക്കാൻ പറ്റുന്ന ഒരിട്ടാവട്ടത്ത് കിടക്കുന്ന പ്രദേശത്തുള്ള ജനങ്ങളെ 65,000 മനുഷ്യർ ഔദ്യോഗിക കണക്കാണ്. അവരുടെ വീടുകൾ തകർത്തു. അവരുടെ എല്ലാ ശക്തിയും ക്ഷയിപ്പിച്ചു. അവസാനം അവർക്ക് കിട്ടുന്ന അന്നം പോലും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടി വിശന്ന് വയറ് വേദനിച്ച് സങ്കടപ്പെട്ട് നമ്മളോട്, ലോകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന്റെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോ അറിയാതെ കരഞ്ഞു പോവാൻ. ഒരു കുഞ്ഞു പെൺകുട്ടി വന്നിട്ട് വീഡിയോയിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ, യാ അറബ്, യാ മുസ്ലിമി, അറബികളെ, മുസ്ലിമീങ്ങളെ, യാ ആലം, ലോകമേ, ഒരു കുഞ്ഞു ലോകത്തോട് ചോദിക്കാൻ, എന്നോടും നിങ്ങളോടും ആ കുഞ്ഞ് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ അനുഭവിക്കുന്ന വിശപ്പ് നിങ്ങൾ കാണുന്നില്ലേ? അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ലോകത്ത് ചില ആളുകളൊക്കെ രംഗത്ത് വന്നപ്പോ അതിനുപോലും അനുവദിക്കാത്ത അത്രമാത്രം ക്രൂരത ഈ നൂറ്റാണ്ടിന്റെ ഫിർഔനായി ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രയേലിന്റെ ഭരണാധികാരി ഫലസ്തീനിന്റെ മണ്ണിൽ പാവപ്പെട്ടവർക്ക് നേരെ നടത്തുന്ന വംശഹത്യ. അല്ലാഹുവേ, നീ അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. പ്രാർത്ഥിക്കണം നമ്മൾ, അതെങ്കിലും ചെയ്യണം നമ്മൾ. ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ, ഗ്ലോബൽ സമൂഹം ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞിരുന്നോ? എന്താ ഫ്ലോട്ടില്ല എന്ന് പറഞ്ഞാൽ? ചെറുകപ്പലുകളുടെ വ്യൂഹമെന്നാണ്. ഇന്നലെ 44 രാജ്യങ്ങളിലുള്ള ഡോക്ടർമാർ, ആക്ടിവിസ്റ്റുകൾ, അതുപോലെ പൊതുപ്രവർത്തകർ, സമൂഹത്തിന്റെ മണ്ഡലങ്ങളിൽ നേതൃത്വം നൽകുന്ന ആളുകൾ, 44 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ സംഘടിച്ച് 50 കപ്പലുകളിലായി, ചെറുകപ്പലുകളിലായി അവരിന്നലെ ഗസയിലേക്ക് പുറപ്പെട്ടു. അതിനകത്ത് ആയുധമല്ലായിരുന്നു, അതിനകത്ത് ബോംബല്ലായിരുന്നു, അതിനകത്ത് ഗസയിലെ വിശപ്പനുഭവിക്കുന്ന പാവങ്ങൾക്കുള്ള ഭക്ഷണമായിരുന്നു, അവർക്കുള്ള മരുന്നായിരുന്നു, അവർക്കുള്ള വസ്ത്രമായിരുന്നു, അവർക്കാവശ്യമുള്ള വസ്തുവകകളായിരുന്നു. അതുമായി പുറപ്പെട്ട ആ കപ്പൽ വ്യൂഹത്തെ കടലിൽ വെച്ച് തന്നെ ഇസ്രയേലിന്റെ നരാധമനായ ഭരണാധികാരി തടഞ്ഞു. നല്ല മനുഷ്യന്മാർ ഇപ്പോഴും ലോകത്തുണ്ട്. അവര് ഫലസ്തീനിന് വേണ്ടി, ഗസയിലെ മക്കൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നുണ്ട്. ലണ്ടനിൽ ഇന്നലെ നടന്ന വലിയ ഒരു പ്രതിഷേധ റാലി, പടുകൂറ്റൻ റാലി നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെ കാണാൻ കഴിയും. ലണ്ടനിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ടോ?
നമ്മൾ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. എങ്കിലും ഒരു പ്രതിഷേധം, ഇസ്രയേൽ തുലയട്ടെ എന്ന് പറയാനുള്ള ഒരു മുദ്രാവാക്യം ഇന്നേ വരെ ഈ 2 കൊല്ലത്തിനിടയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചെയ്തിട്ടില്ല എന്ന് മാത്രല്ല, ഇസ്രയേലിനെ നമ്മൾ അറിയാതെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങള് ഇസ്രയേലിന്റേതാണ് പലതും. നമ്മൾ വാങ്ങുന്ന കടകളിൽ പോയി ഇപ്പൊ വാങ്ങുന്ന ഓരോ മിഠായികളുണ്ടല്ലോ, മിഠായി മാത്രം എടുത്താൽ മതി. അതുപോലെ ഓരോ ചോക്ലേറ്റുകളും പെർഫ്യൂമുകളും അതുപോലെ തന്നെ ലോഷനുകൾ, അങ്ങനെ തുടങ്ങി ഇന്ന് വിപണിയിൽ കിട്ടുന്ന സാധനങ്ങളിലധികവും ഇസ്രയേലിന്റെതോ ഇസ്രയേൽ ഫണ്ട് ചെയ്യുന്നവരുടെയോ ഇസ്രയേലിലേക്ക് ഫണ്ട് കൊടുക്കുന്നവരുടെയോ ഉൽപ്പന്നങ്ങളാണ്. ഇത് നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇത് മേടിക്കണോ അത് മേടിക്കണോ എന്ന് തീരുമാനിക്കാൻ പോലും നമുക്ക് മനസ്സില്ല. നമ്മൾ ചെല്ലാൻ, നമ്മൾ വലിയ മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ചെന്നിട്ട് ഒരു ബക്കറ്റും പിടിച്ച് കിട്ടുന്നതൊക്കെ വാങ്ങിയെടുത്ത് കൊട്ടയിലേക്കിട്ട് ബില്ലും പേ ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭത്തിന്റെ വിഹിതം ഇസ്രയേലിന്റെ ആയുധപ്പുരയിലേക്ക് എത്തുന്നുണ്ട്. നമ്മളറിയാതെ നമ്മൾ അവരെ സഹായിക്കുന്നു.